ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലിൻഡോ നാരായണൻ, സൈലത്തിലെ കൊമേഴ്സ് അധ്യാപകനാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപക്ഷെ കൊമേഴ്സ് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. അപ്പം കൊമേഴ്സ് പഠനം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ബേസും ഇപ്പോൾ ഇല്ല അല്ലേ. നമ്മൾ 8ാം ക്ലാസ്സിലോ 9ലോ 10ലോ ഒന്നും നമ്മൾ കൊമേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. നേരെ മറിച്ച് നമ്മളിപ്പം ഹ്യൂമാനിറ്റീസോ സയൻസോ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, ഓരോ സബ്ജക്റ്റിൻ്റെയും സ്വഭാവം എന്താണ് ഒക്കെ നമുക്കറിയാം. പക്ഷെ ഇവിടെ നമ്മൾ കുറേ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് കൊമേഴ്സിൽ എന്തൊക്കെയാണ്. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ചേട്ടന്മാരുടെ അടുത്തോ ചേച്ചിമാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ചെറിയൊരു രൂപമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ. ഇത് പ്രോബ്ലം പേപ്പറാണ്, അക്കൗണ്ടൻസി എന്ന് പറയുന്ന പ്രോബ്ലം പേപ്പറാണ്, ബിസിനസ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് തിയറി പേപ്പേഴ്സാണ്. ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ നോളജൊക്കെ നിങ്ങൾ നേടിയിട്ടുണ്ടാവാം. പക്ഷെ ആക്ച്വലി കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ശരിക്കും നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും കൊമേഴ്സ് ഉണ്ട്. ഇപ്പോൾ കൊമേഴ്സിലെ പല ടേംസും ഉണ്ട്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒന്ന് ഞെട്ടും അല്ലേ. ഡെറ്റർ, ക്രെഡിറ്റർ, ഡ്രോയിങ്സ്, എക്സ്പെൻസ് ഇൻകം. ഈ എക്സ്പെൻസ് ഇൻകം ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അതൊക്കെ നമ്മൾ ആ ടേമിൽ തന്നെ നമ്മൾ ലൈഫിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കതറിയാം. പക്ഷെ പല ടേംസും നമ്മൾ കൊമേഴ്സിൻ്റെ ടെർമിനോളജിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് പഠിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഡെറ്റർ. അപ്പോൾ ഞാൻ ആ ടേം ഒന്ന് പറയാം, ഡെറ്റർ. ഇപ്പോൾ ഡെറ്റർ എന്ന് പറയുന്നത് ഒരു നോൺ കൊമേഴ്സുകാരനെ സംബന്ധിച്ചിടത്തോളം സീറോ നോളജാണ് അല്ലേ, അത് അറിയേയില്ല. പക്ഷെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെറ്ററുടെ പൊസിഷനിൽ അവർ നിന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അയാൾക്ക് ഡെറ്റർ ഉണ്ടാവാം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഡെറ്റർ മീൻസ് എനി പേഴ്സൺ ഹു ഓസ് മണി ടു ദി ബിസിനസ്. ബിസിനസ്സിലേക്ക് പണം തരാനുള്ള ആൾ അല്ലേ. നമുക്ക് പണം തരാനുള്ള ആളുകളെ നമുക്കറിയാലോ അല്ലേ. നമ്മൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സുഹൃത്തിന് നമ്മൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ നമുക്ക് പണം തരാനുണ്ട്, അയാൾ നമ്മളെ ഡെറ്ററാണ്. അപ്പോൾ ഡെറ്ററിനെ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ അല്ല ഇടപാടുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട, കൊമേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് കൊമേഴ്സ് പഠനം വളരെ രസകരമാക്കി കൊണ്ടുപോകും. ഡെറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ കേൾക്കാത്തൊരു ടേം അല്ല എന്നും അത് നമ്മുടെ ലൈഫിലുണ്ട്, അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ക്രെഡിറ്റർ എന്ന് പറയുന്ന ടേം നമ്മുടെ ലൈഫിലുണ്ട്. ഡ്രോയിങ്സ് എന്ന് പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എക്സ്പെൻസ് ഇൻകം, ഇതൊക്കെയും എന്താണ് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ലൈഫിലെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ റിലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു കൊമേഴ്സ് സ്റ്റുഡൻസ് എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കൊമേഴ്സ് പഠനം കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് മാറും. പിന്നെ ചെയ്യേണ്ട കാര്യം ബേസിക്സ്, വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആവും. നമ്മളൊരു ഭാഷ പഠിക്കാൻ നോക്കുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വാക്കുകൾ അല്ലേ, അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ, അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഇത് സ്ട്രോങ് ആകുന്നതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എഴുതാനും അതുപോലെ വായിക്കാനും കഴിയുന്നത്. അതുപോലെ തന്നെയാണ് കൊമേഴ്സും. ആ ഭാഷ, കൊമേഴ്സ് എന്ന് പറയുന്നത് ഒരു പുതിയ ഭാഷയാണ്, നിങ്ങൾ പഠിക്കാൻ പോകുന്ന പുതിയ ഭാഷയാണ്. അപ്പം ആ ഭാഷ പഠിക്കുക, അപ്പോൾ അതിൻ്റെ വാക്കുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ കൊമേഴ്സിലുള്ള ചെറിയ ചെറിയ ടേംസ് അത് നമ്മളതാക്കി മാറ്റുക. ഒരു കാര്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടേതാക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം എന്നാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് പെട്ടെന്നത് ഉപയോഗിക്കാനും, അല്ലെങ്കിൽ മറ്റൊരു ആളത് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ കാണുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കതിൻ്റെ മീനിങ്ങിലേക്ക് എത്തിച്ചേരാനും കഴിയുള്ളൂ. പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളത് ആക്കി മാറ്റുക എന്നുള്ളതാണ് കൊമേഴ്സ് വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, നമ്മളിപ്പം നമ്മുടെ ലൈഫിൽ ഒരുപാട് കമ്പനീസിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന ഷർട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, പല പല കമ്പനികളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു കൊമേഴ്സുകാരനല്ല എങ്കിൽ കമ്പനിയെ കേട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് തള്ളിക്കളയും അല്ലേ. പക്ഷേ കൊമേഴ്സുകാരനാകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ എക്സൈറ്റഡ് ആവുക. എവിടെയാണ് ഈ കമ്പനി ഫോം ചെയ്തത്, അത് ഇന്ത്യൻ കമ്പനിയാണോ അതല്ല ഫോറിൻ കമ്പനിയാണോ, അങ്ങനെയാണെങ്കിൽ അതിന് ഫൗണ്ടർ ഉണ്ടോ, അതിൻ്റെ ഫൗണ്ടർ ആരാണ്. സോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ റിസർച്ചുകൾ നടത്തുന്ന ഒരാളായി മാറിക്കഴിഞ്ഞാൽ കൊമേഴ്സ് പഠനം നമുക്ക് എളുപ്പമായിരിക്കും. കാരണം കൊമേഴ്സിൽ പഠിപ്പിക്കുന്നത് എന്താണ്, ഈ കമ്പനിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, കമ്പനി നടത്തണമെങ്കിൽ നമുക്കറിയാം ക്യാഷ് വേണമല്ലോ, ഫണ്ട് വേണം അല്ലേ. നമുക്കൊരു ഫാമിലി മാനേജ് ചെയ്യണം, എന്ത് വേണം, നമുക്ക് ഫണ്ട് വേണം. അതുപോലെ ഒരു ബിസിനസ് നടത്തണമെങ്കിലും ബിസിനസ്സിന് ഫണ്ട് വേണം. ആ ഫണ്ട് എങ്ങനെയാണ് ബിസിനസ് റേസ് ചെയ്യുന്നത്? കാരണം നമുക്കറിയാം കോടികളുടെ ബിസിനസ്സാണ് എന്ത് ചെയ്യുന്നത്, ഓരോ കമ്പനീസും ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ കോടികൾ വരുന്നത്, ഏതൊക്കെ മാർഗത്തിലാണ് ആ കോടികൾ അവർ റേസ് ചെയ്യുന്നത്, ദെൻ അതിനൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്,
ഓക്കെ, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് വരും, ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ഈ ക്വസ്റ്റ്യനൊക്കെയുള്ള സൊല്യൂഷനാണ് നിങ്ങൾ +1 +2 പഠിക്കുന്ന ബിസിനസ്സിലൂടെയും അക്കൗണ്ടിങ്ങിലൂടെയും ഇക്കണോമിക്സിലൂടെയും ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടും ലൈവ് ക്ലാസ്സുകളായിട്ടും നിങ്ങളെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ Xylem +1 +2 കൊമേഴ്സ് ചാനൽസ് ഉണ്ട്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൊമേഴ്സ് തിരഞ്ഞെടുത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക.